ചുറ്റുമതിൽ ചാടിക്കടന്നു. ശേഷം പടിഞ്ഞാറെ ഗോപുരനട ഉള്ളിൽ നിന്നും തുറന്നു. നാലമ്പലത്തിന് ചുറ്റുമുണ്ടായിരുന്ന തൂക്കുവിളക്കുകൾ അപ്പാടെ കൊണ്ടുപോയി. ഉപദേവതാ ക്ഷേത്രങ്ങളുടെ മുൻപിലും കൊടിമരത്തിന് സമീപത്തുമുണ്ടായിരുന്നതടക്കം 30 നിലവിളക്കുകളും അപഹരിക്കപ്പെട്ടു. പുലർച്ചെ ക്ഷേത്ര ജീവനക്കാരെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. അവർ കുറച്ച് അതിനു വേണ്ടി ഉപയോഗിച്ച ചെറിയ തോർത്ത് പോലുള്ള തുണികൾ, പിന്നെ ക്ഷേത്രത്തിനകത്തും തന്നെ ഉടയാട ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവിടെ അവശേഷിച്ചിട്ട് പോയി. പിന്നെ ബൾബ് അവിടുത്തെ 2 ഊരിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവരതിൻ്റെ ഫിംഗർ പ്രിൻ്റൊക്കെ എടുത്ത് ഇതാക്കിയിട്ട് പോയിട്ടുണ്ട് പോലീസിൻ്റെ ഭാഗത്തു നിന്ന്. പിന്നെ ഡോസ് കോഡ് വന്നു. ഇവിടെ കുറച്ചൊരു 200 മീറ്റർ അകലെ വരെ പോയിട്ട് നിന്ന് അവിടെ നിൽക്കുകയായിരുന്നു. ഒരു ഇടവഴി കൂടി അങ്ങോട്ട് പോയിട്ട് അവിടെ നിൽക്കുകയായിരുന്നു. കാണിക്ക വഞ്ചികൾ രാത്രി പ്രത്യേക മുറിക്കുള്ളിലേക്ക് മാറ്റി സൂക്ഷിക്കുന്ന രീതിയാണ് ഇവിടെ തുടർന്നു പോരുന്നത്. ശ്രീകോവിൽ ഭാഗത്തേക്ക് മോഷ്ടാക്കൾക്ക് കടക്കാനുമായില്ല. കഴിഞ്ഞ ദിവസം അപരിചിതനായ ഒരാൾ ക്ഷേത്ര പരിസരത്ത് എത്തിയിരുന്നതായി പോലീസിന് മൊഴി ലഭിച്ചിട്ടുണ്ട്. ഇയാളെ കേന്ദ്രീകരിച്ചാണ് ആദ്യഘട്ട അന്വേഷണം. അപ്പോൾ കഴിഞ്ഞ ദിവസം ദീപാരാധനയ്ക്ക് ശേഷം ഇവിടെ എനിക്ക് കണ്ടുപരിചയമില്ലാത്ത ഒരാളിനെ അത്ര ഒരു ഇല്ലാത്ത രീതിയിൽ കണ്ടതുകൊണ്ട് പുള്ളിയോട് ചോദിച്ചു, ഇവിടെ ഏതാ സ്ഥലം, ഇവിടുന്ന് വരുവാന്നൊക്കെ ചോദിച്ചപ്പോൾ ഇവിടെ അടുത്തുള്ളതാണെന്നാണ് പറഞ്ഞത്. പക്ഷെ നമുക്ക് കണ്ടപ്പോൾ പുള്ളിയെ ഒരു ഭക്തൻ്റെ ഒരു പ്രതീതിയിലല്ല കാണാൻ തോന്നിച്ചത്. അങ്ങനെ ആ ആളിനെ ഒരു സംശയമായിട്ട് നമുക്ക് തോന്നിച്ചു. ഇപ്പം പോലീസുകാർ ആളിനെ കളക്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അയാളൊരു മോഷണ കേസിലൊക്കെ ഉള്ള ആളായിരുന്നെന്നും അറസ്റ്റ് ചെയ്തിട്ടുള്ള ആളായിരുന്നെന്നും ഇപ്പം പിടിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ആളിനെ അവർ കളക്ട് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. പടിഞ്ഞാറെ ഗോപുരത്തിന് വെളിയിൽ ഒരു വാഹനത്തിന്റെ ടയറടയാളം കണ്ടെത്തി. വാഹനത്തിൽ വിളക്കുകൾ കടത്തിയെന്നാണ് കണക്കാക്കുന്നത്. മേഖലയിലെ കൂടുതൽ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചാണ് അന്വേഷണം. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.